ചിക്കൻ ടിക്ക മക്കറോണിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ആർക്കും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയും. ഇത് നമുക്ക് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഡിന്നറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഈ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മക്കറോണി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലൊരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 250 ഗ്രാം ബോൺലെസ് ചിക്കനാണ്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകിയെടുത്ത ചിക്കനാണ്. കഴുകിയതിന് ശേഷം ഇതിൻ്റെ വെള്ളം മുഴുവൻ കളഞ്ഞെടുക്കണം. ഒരു സ്ട്രൈനറിലിട്ട് വെച്ച് നന്നായിട്ട് വെള്ളം കളഞ്ഞെടുക്കുക. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവരുത്. അപ്പോൾ ഈ 250 ഗ്രാം ചിക്കനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് പിടിപ്പിച്ചു കൊടുക്കാം. പിന്നെ തൈര് ചേർക്കുന്ന സമയത്ത് നല്ല പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിൽ ഉള്ളതെങ്കിൽ പിന്നെ ചെറുനാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം പുളി വല്ലാതെ കൂടിപ്പോവും. അപ്പോൾ നല്ല പുളിയുള്ള തൈരാണെങ്കിൽ തൈര് മാത്രം ചേർത്താൽ മതി. ഇത് ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഇതൊരു 15 മുതൽ 30 മിനിറ്റ് വരെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. അതല്ല നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. സമയമുണ്ടെങ്കിൽ ഒരു 30 മിനിറ്റ് വരെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് മക്രോണി വേവിച്ചെടുക്കാം. ഞാനിവിടെ 1 കപ്പ് മക്രോണിയാണ് ഇതിന് വേണ്ടിയിട്ട് വേവിച്ചെടുക്കാൻ പോകുന്നത്. മക്രോണിക്ക് പകരം നിങ്ങൾക്ക് മറ്റേതെങ്കിലും പാസ്ത വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതിപ്പോൾ ചെറിയ സൈസിലുള്ള മക്രോണിയാണ്, വലുതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1 കപ്പ് മക്രോണി നമുക്ക് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മക്രോണി വേവിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. 1 കപ്പ് മക്രോണി വേവിക്കാൻ ഒരു 6-7 കപ്പ് വരെ വെള്ളം തിളപ്പിച്ചെടുക്കാം. തിളച്ച വെള്ളത്തിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിലായിരിക്കും നല്ലത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പും ഓയിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അടച്ചു വെക്കുന്നില്ല. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ച് വെള്ളമൊക്കെ പുറത്തേക്ക് മറിയും. അതുകൊണ്ട് അടച്ചു വെക്കാതെ വേവിച്ചെടുക്കാം. മക്രോണി വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു തക്കാളി മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഒരു വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. തക്കാളി ഇവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. നമ്മൾ വേവിക്കാൻ വേണ്ടി വെച്ച മക്രോണി വെന്തിട്ടുണ്ടോ എന്നൊന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് തൊട്ട് നോക്കുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ കഴിച്ച് നോക്കിയാലും മതി. ഇനി നമുക്ക് ഈ മക്രോണി അടുപ്പത്തുനിന്ന് മാറ്റാം. നന്നായിട്ട് വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് ഞാനിതൊരു സ്ട്രെയിനറിലിട്ട് വെച്ചിരിക്കുകയാണ്, വെള്ളം മുഴുവൻ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ വെള്ളം ഒന്ന് പോകുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം. നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ റെഡി ആയിട്ടുണ്ടാവും. ഏകദേശം അരമണിക്കൂർ ആയിട്ടുണ്ട്. ഈ ചിക്കൻ ഇനിയൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട. വെളിച്ചെണ്ണ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾക്ക് ഓയിലിന് പകരം ബട്ടർ വേണമെങ്കിൽ യൂസ് ചെയ്യാം. ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തിട്ട് ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതുപോലെ സ്പൂൺ കൊണ്ട് എല്ലാ ഭാഗത്തേക്കും ചിക്കൻ ഒന്ന് നിരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്താൽ മതി.
ചിക്കൻ്റെ ഒരു ഭാഗം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ പീസായതുകൊണ്ട് കുറച്ച് ടൈം എടുക്കും ഓരോ പീസും തിരിച്ചിടാൻ വേണ്ടിയിട്ട്, എന്നാലും കുഴപ്പമില്ല. മുഴുവൻ ചിക്കനും തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മറ്റേ വശവും കൂടി ഫ്രൈ ആവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിക്കൻ്റെ രണ്ട് ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് 1-2 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാളയാണ്, അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും ചിക്കനിലേക്ക് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരല്പം ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ചിക്കനിൽ നമ്മൾ ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് ഒരുപാട് ഉപ്പ് ചേർക്കണ്ട, നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുകൊണ്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൽ ചേർത്തിരിക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവും സവാളയും ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/4 കപ്പ് പശുവിൻ പാലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ ചേർക്കാം, അതല്ലെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം. ഫ്രഷ് ക്രീം ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 1/4 കപ്പ് പശുവിൻ പാലാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് തേങ്ങാപ്പാലോ പശുവിൻ പാലോ അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ അല്ലെങ്കിൽ വിപ്പിംഗ് ക്രീമാണെങ്കിൽ അതായാലും മതി. അപ്പോൾ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ഈ മസാല ഒരു നല്ല ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. അപ്പോൾ പാല് ചേർത്തിട്ട് കുറച്ച് സമയം ഇതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, എങ്കിലേ നല്ല ക്രീമി ആയിട്ട് കിട്ടുള്ളൂ. അതേസമയം ക്രീമാണെങ്കിൽ കുഴപ്പമില്ല, ഒന്ന് ചേർത്ത് ഇളക്കിയെടുത്താൽ മാത്രം മതി. ഇതിനൊരു ക്രീമി ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മക്രോണി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് തന്നെ ഈ മക്രോണി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാലയും മക്രോണിയും കൂടി നന്നായിട്ട് യോജിക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ വരെ മല്ലിയില അരിഞ്ഞത് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മല്ലിയില ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ ടിക്ക മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ഈസി ആയിട്ട് ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റാം. അങ്ങനെ നമ്മുടെ ചിക്കൻ ടിക്ക മക്രോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാൻ, സിമ്പിളാണ്. അപ്പോൾ തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ കുറച്ച് ജോലി ഉണ്ടാവും, എന്നാലും തേങ്ങാപ്പാൽ ഇഷ്ടമുള്ളവർക്ക് അത് ചേർക്കാം. പശുവിൻ പാലാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ പണി അങ്ങ് തീരും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി എന്തായാലും ഇഷ്ടമാവും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന മക്രോണിയിൽ നിന്ന് നല്ല വ്യത്യാസമുണ്ട്, നല്ല ടേസ്റ്റാണ് ഇതിന്. നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചിക്കൻ ടിക്കയും കൂടി ചേർത്ത് ഈ മക്രോണി കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്. പിന്നെ നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ കാണുന്ന ഈ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ 3 ഓപ്ഷൻ വരും. അതിൽ ഏറ്റവും മുകളിലുള്ള ഈ ഓൾ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.